2018 ഏപ്രിൽ 7-ാം തീയതി PSC നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിലെ കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതുവരെ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ക്ലാസ് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും രഞ്ജിത്സ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, എന്താണ്? ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. അപ്പോൾ ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഇവിടെ നോക്കുക, ആൻഡ് വന്നിട്ടുണ്ട്. സാധാരണ രണ്ട് വ്യക്തികൾക്കിടയിൽ ആൻഡ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലൂറൽ ഫോമായിട്ടായിരിക്കും കാണുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. നോക്കുക, ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതുപോലെ തന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഓക്കെ, ഇവയൊക്കെ ആദ്യം വരികയും അതിനുശേഷം രണ്ട് നൗൺസ് വന്നിട്ട് ഇടയ്ക്ക് ആൻഡ് വരികയും ചെയ്യുകയാണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മൈ വരാം, ഹിസ് വരാം, ദെയർ വരാം, ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ വരികയും ആദ്യം അത് വന്നിട്ട് രണ്ട് നൗൺസ് അതിൻ്റെ ഇടയ്ക്ക് ആൻഡ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് കണക്കാക്കത്തില്ല, പ്ലൂറലായി കണക്കാക്കുകയില്ല. പകരം അതിനെ നമ്മൾ എന്തായി കണക്കാക്കണം? സിംഗുലറായി കണക്കാക്കും. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നു. പിന്നെ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ അത് ഒരാളെ തന്നെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ ഫാദർ ആൻഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും ഫ്രണ്ടും ഒരാൾ തന്നെയാണ്. ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ന് പറയുമ്പോൾ ഈ പ്രിൻസിപ്പളും ചെയർമാനും ഒരാൾ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്നാൽ ദ ഇല്ലാതെ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരാവും. ഈ ഫാദർ ആൻഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴും രണ്ടുപേരാവും. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സിംഗുലർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നോക്കേണ്ടത് ഇതുമായി ചേർന്ന് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇവിടെ എന്തേ വരാവൂ? ഹാസേ വരാവൂ. കാരണം സിംഗുലർ ആയതുകൊണ്ട് ഹാസേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എയും സിയും ഓപ്ഷൻസ് നമുക്ക് വേണ്ട. ഇവിടെ രണ്ടിടത്തും ഹാവ് ആണ് വന്നിരിക്കുന്നത്. ഇനി നോക്കുക, ബിയും ഡിയും അവിടെ ഹാസ് വന്നിട്ടുണ്ട്. ഒരിടത്ത് എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഹാസ് നോട്ട് ബീൻ അറ്റൻഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹാസ് നോട്ട് അറ്റൻഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം? ബി എന്ന് പറയുന്ന ഓപ്ഷൻ പാസീവ് വോയിസും ഡി എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസുമാണ്. ഇപ്പം ഇവിടെ ഇതെന്തായി വരും? നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പാസീവ് വോയിസ് കൊടുക്കുന്നത്. എന്നാൽ ആക്റ്റീവ് വോയിസോ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കുക, ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ടാണോ നിൽക്കുന്നത് അതോ സബ്ജക്റ്റ് ആയിട്ടാണോ നിൽക്കുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഇത് സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവർ പങ്കെടുത്തില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ മീറ്റിങ്ങിൽ. അപ്പോൾ ഇവിടെ പങ്കെടുക്കാത്തത് ആരാ? ഈ പറയുന്ന ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സബ്ജക്റ്റാണ്. അങ്ങനെ സബ്ജക്റ്റായ സ്ഥിതിക്ക് നമ്മൾ പിന്നെ ആക്റ്റീവ് വോയിസിലേ പറയാവൂ. അപ്പോൾ ആക്റ്റീവ് വോയിസിൻ്റെ ഘടനയിൽ വന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ ആയിരിക്കും? ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഹാസ് നോട്ട് അറ്റൻഡഡ് ദ മീറ്റിംഗ് എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കുക, അരുൺ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. റിപ്പോർട്ട് ദ സ്പീച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അരുൺ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗാൻ അറ്റ് ഹോം. Then Arun stated that charity begins at home. Then Arun was sure that charity began at home. Arun doubted if charity began at home. അപ്പോൾ നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നോക്കുന്നത് ഏത് ടെൻസാണ് നമ്മൾ ആദ്യം നോക്കണം. എന്നുവെച്ചാൽ ഇത് എന്ന് പറഞ്ഞു, ഈ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് എന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ഏതാ? ഈ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ആദ്യത്തെ ഭാഗം അരുൺ സെഡ്. ആ സെഡ് എന്ന് പറയുന്ന വെർബാണ്.
നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഡയറക്റ്റ് സ്പീച്ച് എന്ന്, എപ്പോൾ പറഞ്ഞു എന്നും, ആര് പറഞ്ഞു എന്നും. ഇവിടെ നോക്കാം, ഇവിടെ ആര് പറഞ്ഞു? അരുണാണ് പറഞ്ഞത്. സെഡ് എന്നാകുമ്പോൾ അത് പാസ്റ്റ് ടെൻസാണ്, അപ്പോൾ പറഞ്ഞു എന്ന അർത്ഥം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ടെൻസ് ഫോമിന് മാറ്റം വരും എന്നാണ്. ഓക്കെ, അപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ അവിടെ ചാരിറ്റി സബ്ജക്റ്റും ബിഗിൻസ് എന്ന് പറയുന്ന വെർബുമാണ്. ആ ബിഗിൻസ് എന്ന് പറയുന്ന വെർബ് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. പിന്നെ അറ്റ് ഹോം നമുക്ക് പ്രശ്നമല്ല, അവിടെ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ ബിഗിൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പം ഇവിടെ സെഡ് വന്ന സ്ഥിതിക്ക് അരുൺ സെഡ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലമാണ്. അങ്ങനെയാകുമ്പോൾ ബിഗിൻസ് മാറി, അതായത് സിമ്പിൾ പ്രസൻറ്റ് മാറി എന്താകണം? സിമ്പിൾ പാസ്റ്റ് ആകണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആൻസർ ഏതേ വരത്തുള്ളൂ? എ ആണ് വരേണ്ടത്. കാരണം അരുൺ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗാൻ അറ്റ് ഹോം. കാരണം ബിഗിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിഗാൻ. അങ്ങനെ ആകുമ്പോൾ ഇതാണ് ആൻസർ എന്ന് തെറ്റിദ്ധരിച്ച് പലരും എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന ഓപ്ഷൻ ബബിൾ ചെയ്ത് നമ്മളിഞ്ഞ് പോരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ച് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഒരു ഹാബിച്വൽ ആക്ഷനോ അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്തോ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുമ്പം ഡിസ്കണ്ടിന്യൂ ചെയ്യാത്ത ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കണം. എന്നുവെച്ചാൽ ഇപ്പോഴും തുടരുന്ന ഹാബിച്വൽ ആക്ഷൻ. അത്തരത്തിലൊരു ഹാബിച്വൽ ആക്ഷനോ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത്, പൊതുവായിട്ടുള്ള സത്യങ്ങൾ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതിന് എന്ന് പറഞ്ഞാലും അതൊരു പ്രപഞ്ച സത്യമാണ്. സൂര്യൻ എവിടെ ഉദിക്കത്തുള്ളൂ? കിഴക്കേ ഉദിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്. പിന്നെ പ്രൂവേബ്സ്, പഴഞ്ചൊല്ലുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എല്ലായ്പ്പോഴും നമ്മൾ ഏത് ടെൻസിലേ പറയത്തുള്ളൂ? സിമ്പിൾ പ്രസൻറ്റിലേ പറയത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് എന്താണ്? ഒരു പഴഞ്ചൊല്ലാണ്. അതുകൊണ്ടാണ് അത് സിമ്പിൾ പ്രസൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ ടെൻസിന് മാറ്റം വരികയില്ല, അതെന്ന് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ ഇവിടെ അരുൺ സെഡ്, ആ സെഡ് എന്ന് പറയുന്ന വെർബ് പാസ്റ്റ് ടെൻസിൽ ആണെങ്കിൽ പോലും ഇത് ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ച് ഒരു പ്രൂവേബ്സിൽ പെടുന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൂവേബ് ആയതുകൊണ്ട് അതിൻ്റെ ടെൻസ് ഫോം മാറുകയില്ല. അതെപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലേ പറയാവൂ. അപ്പോൾ നമ്മളിവിടെ നോക്കണം, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതേ ടെൻസ് നിലനിർത്തുന്ന, അതായത് സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഏത്? അരുൺ സ്റ്റേറ്റഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബേബി ബൂം മീൻസ്, അത് ബേബി ബൂം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് ഇവിടെ ചോദ്യം. എ ക്രാഡിലാണോ, എ പ്ലേ ആണോ, ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ് ആണോ, അതോ ബിഗിനിങ് സ്റ്റേജ് ഓഫ് എ പ്രൊജക്റ്റ് ആണോ? എന്തായിരിക്കും ബേബി ബൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലേ, അപ്പോൾ ബേബി ബൂം മീൻസ് എന്തായിരിക്കും ബേബി ബൂം കൊണ്ട് ഉദ്ദേശിക്കുക? ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ് ആണ് ബേബി ബൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ബേബി ബൂം മീൻസ് ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇതൊരു ഫോറിൻ ഫ്രേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ദ വേർഡ് ആഡ് ഹോക്ക് മീൻസ്. ആഡ് ഹോക്ക് എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട്, അതായത് ഫോറിൻ ഫ്രേസാണ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് മിക്കവാറുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കും? ഫ്രം ദ ബിഗിനിങ് എന്നാണോ, അതോ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നാണോ, അതോ ഫർദർ കൺസിഡറേഷൻ ആണോ, അതോ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ് എന്നാണോ? ഇവിടെ ആൻസർ എന്തായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ് എന്നുള്ളതാണ് ആഡ് ഹോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു ഇഡിയമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ദ ഇഡിയം ടു ഡ്രൈവ് ഹോം മീൻസ്. ടു ഡ്രൈവ് ഹോം എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ചോദ്യം. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടു ഫൈൻഡ് വൺസ് റൂട്ട്സ്, ടു റിട്ടേൺ ടു പ്ലേസ് ഓഫ് അറസ്റ്റ്, അടുത്തത് ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ, ടു എംഫസൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടു ഡ്രൈവ് ഹോം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഊന്നൽ നൽകുക എന്നർത്ഥം.
എന്നുവെച്ചാൽ ഗീവ് ഇമ്പോർട്ടൻസ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ടു എംഫസൈസ്. അപ്പോൾ ടു ഡ്രൈവ് ഹോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു എംഫസൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ഈ ചാനലിൽ ചെയ്ത ക്ലാസ്സുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഏബിളാക്കി വെക്കുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മാർച്ച് തന്നെ നമ്മൾ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ് എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ സമയവും രീതിയും ടൈം ടേബിളും ഒക്കെ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.